ചേസ് അടക്കം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു പ്ലാവ് ഉണ്ടായിന്. ഇതെന്തിനുള്ള അറിയോ? കുട്ടികളെ പഠിപ്പിക്കാനുള്ള. ഒരു കോട അറിയോ? വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. ദിൽഷാദും പിന്നെ ജസീലും ദിൽബറും. ഇന്ന് പുതിയൊരാളുണ്ട്. ദിൽബറിനെ നിങ്ങൾ പരിചയപ്പെട്ടില്ല. ഞാനും ഇദ്ദേഹവുമായിട്ട് എന്തെങ്കിലും ഒരു മുഖസാദൃശ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും സാങ്കല്പികം മാത്രമല്ല, എന്റെ ജ്യേഷ്ഠനാണ്. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് കാലം തപ്പിത്തെരഞ്ഞ് എസ് സി ലോറി കിട്ടി. നമുക്ക് അത് പറയാനേ വന്നേ. നമ്മുടെ സബ്സ്ക്രൈബറാണ് പട്ടാമ്പിയുള്ള ആള്. നമുക്കൊരു SC സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആള് ഫോട്ടോ അയച്ചു തന്നപ്പോൾ എന്റെ പോന്നെ കിഡില്ല സാധനം. 13 വർഷം ആയി നിർത്തിയിട്ടിട്ട്. ജവാദ് ഒരാൾ കൂടി വരാണ്ട്. ജവാദ് നമുക്ക് വൈകുന്ന് ജോയിൻ ചെയ്യും. അപ്പം ജവാദും നമ്മൾ 4 ആളാണ് ഇന്ന് പോകുന്നത്. പട്ടാമ്പിയാണ്, കുറച്ച് ലോങ് പോകാണ്ട്. അപ്പം ഇന്ന് നമ്മൾ ടാറ്റ SC സ്റ്റാർട്ട് ചെയ്തിരിക്കും. Take the next left onto Poilon Road, then your destination will be on the left. Your destination is on the left. ലെഫ്റ്റ് ഭാഗത്ത് മതിലല്ലേ? മതിലപ്പ. Where's the auntie? ഇന്റെ പൊന്നെ, എവിടെയാണ് ഇത്രയും കാലം? അപ്പം വണ്ടീൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ ഇങ്ങനെയാണ്. മൊത്തം ക്യാബിനടക്കം ചേസ് അടക്കം തുരുമ്പെടുത്ത് പോയിട്ടുണ്ട്. അപ്പം ഈ ക്യാബിനിലെ കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കേണ്ടി വരും ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ എൻജിൻ അവിടെ ഉണ്ട് എന്ന് ഓണർ പറഞ്ഞു. ഉണ്ടോയെന്നുള്ളത് ഇപ്പോൾ തപ്പി നോക്കണം. സൈഡിൽ ടാങ്കൊക്കെ മൊത്തം തുരുമ്പാണ്. അപ്പോൾ നമ്മൾ ഡീസലൊക്കെ എന്തായാലും ക്യാനിൽ അഡീഷണൽ കൊടുക്കേണ്ടി വരും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ. ഏറ്റവും രസകരമായൊരു സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടി ഒരു പ്ലാവ് ഉണ്ടായിന്. ഉണ്ടോ? വണ്ടീൻ്റെ ബോഡിൻ്റെ സെൻറ്ററിൽ കൂടിയ ഉണ്ടായിട്ടുള്ള പ്ലാവ്. ഇത് 15 ടാറ്റൻ്റെ SC 15 ലോറി. 2007 എല്ലാ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിർത്തിയിട്ട വണ്ടിയാണ്. പിന്നെ ഓടിയിട്ടില്ല. 97 മോഡൽ SC 2007 നിർത്തി. നിലവിൽ RC ആക്റ്റീവ് അല്ല, സറണ്ടറാണ്. അപ്പോൾ നമ്മളെ പരിപാടിയിൽ കിടക്കാം. ഇതിപ്പം ഈ ഒരു വണ്ടി സ്റ്റാർട്ടായിട്ടില്ലെങ്കിലും ഈ വ്ളോഗ് നമ്മൾ ചെയ്യും. കാരണം ഒരു തവണ സ്റ്റാർട്ടായില്ലെങ്കിലും 2 എപ്പിസോഡ് ആക്കിയിട്ടെങ്കിലും ഈ വ്ളോഗ് നമ്മൾ ചെയ്തിരിക്കും. കാരണം SC ഒരുപാട് തിരഞ്ഞ് നടന്ന് അവസാനം കിട്ടിയ രസ്യാണ്. അത് നമ്മൾ പിടിവിടരുതല്ലോ. ക്യാബിൻ്റെ ഒരു അവസ്ഥ. ക്യാബിനിലൊക്കെ എന്തൊക്കെയോ കൂട് കൂട്ടിയിട്ടുണ്ട്. ഇത് തടാ സൺറൂഫുള്ള വണ്ടിയാണ്. മേലെ ഓപ്പൺ ആക്കാൻ പറ്റും. ഒരുവിധം സാധനങ്ങളൊന്നും വർക്കിംഗ് ഇല്ല. ഉള്ളിലൊക്കെ പുല്ല് നട്ട് മുളച്ചിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കിൻ്റെ ലീവറൊക്കെ കാണുന്നുണ്ട്. ഒന്നും വർക്കിംഗ് അല്ല. 100% കണ്ടാലറിയാം. ടാറ്റയോടൊരു വിശ്വാസത്തിന് പേരിൽ നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. ആദ്യമായിട്ട് നമുക്ക് ബോണറ്റ് പൊക്കി നോക്കാം. എയർ ഫിൽറ്റർ നോക്കണ്ട, അവിടെ നിന്നാ ഭാഗ്യം. ഡീസൽ പമ്പിങ് ഉണ്ട്. മോട്ടർ ഇവിടെ ഒരു മിനിറ്റ്. അതിലേക്ക് മുറച്ച് മോട്ടർ തുരുമ്പിടിച്ചു.
റേഡിയേറ്റർ തുറക്കാൻ പോകുന്നത്. ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. വെള്ളം ഫുള്ളില്ലടാ. വെള്ളം കണ്ട കാലം മറന്നു. കയ്യൊന്നും അതിൻ്റെ ഉള്ളിലൊക്കെ ആരെങ്കിലും ഉണ്ടാവും. ഓയില് ഓയിലുണ്ട്. സമാധാനത്തിന്റെ തുടക്കേണ്ടത് അത് ഇത്ര കറക്റ്റ് ആണ്. വെള്ളം ഒരു ബക്കറ്റ് വെള്ളം വേണ്ടി വരും. കാരണം ഇതൊന്നും അറിയണ്ടേ. അടുത്തായിട്ട് നമുക്ക് ഡീസൽ ചെക്ക് ചെയ്യണം. മൊത്തം കാട് പിടിച്ചെടുക്കുക. തുറക്കാൻ പറ്റുമെന്ന് അറിയില്ല. പറ്റുവയ്ക്കാം. കൈ നോക്ക്. ഇത് പൊട്ടിയാണ്. അവിടെ അങ്ങനെ സൈഡിൽ പോയിട്ട് വയ്ക്കാം. ഈ ബോർഡിന്റെ ഈ സാധനം അതേമ ജാമ എടുക്കല്ലേ. തുക ഉണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോ. ഡീസലിന് വലിയൊരു വൃത്തിയൊന്നും കൊടുക്കണ്ട. കാരണം ടാങ്കിക്ക് പോണ പൈപ്പ് ഫുള്ള് തുരുമ്പടിച്ച് ഓട്ടായിട്ടുണ്ട്. അപ്പൊ അതിലെന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ജസ്റ്റ് തുറന്നു നോക്കുന്നുള്ളൂ. എന്നെ നോക്കണ്ട അമ്മാവാ, ഞാൻ പോയി, ഞാൻ വിട്ടുപോയി. അതിനെ തുറക്കണ്ട. ഇവിടെ മേലെ ഓട്ടാക്കിക്കോ. ഏതാണ്ട് തുരുമ്പായില്ലേ, ആയിക്കോട്ടെ. ഒരു ഓടിച്ചിട്ട് ഓടിട്ട് പോയിക്കോ പോരെ. ഓട്ടേടാ മൊത്തം ഓട്ടല്ലേ. ഇതിലൊന്നും ഇല്ല. വെള്ളം ഉണ്ടാവും. ഇന്നലെ പെയ്ത മഴന്റെ വെള്ളമൊക്കെ ഉണ്ടാവും. ഡീസലിന്റെ ടാങ്ക് മൊത്തം തുരുമ്പ. അപ്പൊ എന്തായാലും നമുക്ക് ഇനി പമ്പിൽക്ക് ഡയറക്റ്റ് ക്യാന് വെച്ചിട്ട് പമ്പിൽക്ക് ഡീസൽ കൊടുക്കാം. മറ്റേ ഡീസൽ സ്മെല്ല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഉള്ള ഡീസലിന് സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി ഉള്ളതും ഇല്ലാതാവും. അപ്പം നമുക്ക് ക്യാനിൽ എക്സ്ട്രാ കൊടുത്തിട്ട് പമ്പ് ചെയ്യാം. ഓനെ വെള്ളം വേണ്ടി വരും. തൊള്ളർന്നിക്ക് വേണ്ടിയില്ലേ. ഞാനൊരു കയറ്റാണ്ട് കയറിയല്ലോ. പഠിക്കത്തിലെ മോലാലി കയറിനായി മോലാലി കയറിനായി. എയർ ഫിൽറ്ററിന്റെ പൈപ്പും കാര്യങ്ങളൊന്നും ഇപ്പൊ നോക്കണ്ട. അത് തുറന്നിടാം. അത് നടക്കുള്ളൂ. തുറക്കാൻ പറ്റുകയാണെങ്കിൽ. തുരുമ്പായി പോയിട്ടുണ്ട്. മേടണം. അത് മേലെ തിരിക്കുന്നതാണല്ലേ. പോയി തുരുമ്പായി പോയതാണ് സംഭവം. ഇത് തിരിച്ചാ അപ്പം ഡീസൽ ഡയറക്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ്. പമ്പിലേക്ക് നമ്മളെ ടാറ്റൻ്റെ ഒരു എംബ്ലം കാണുന്നുണ്ട് അവിടെ. ഇപ്പം ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഊരിയിട്ട് വേറെ പൈപ്പ് ഇട്ട് കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ്. ഓക്കെ, ആയിരിക്കും നമ്മളെ വേറെ പൈപ്പ് കയറ്റി കൊടുക്കണം. അപ്പം നമ്മൾ വേറൊരു പൈപ്പ് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാണ്. ഓക്കെ,
മതി മതി. അപ്പം ടെർമൽ വയർ തപ്പിക്കൊണ്ടുള്ള യാത്രയിലാണ് സഞ്ചാരം വീണ്ടും എത്തി നിൽക്കുന്നത്. ഏറൊക്കെ സലാം പറഞ്ഞു പോയിന്. കണ്ടുപിടിച്ചാച്ചി ആരെവാ ഇതെന്തിനുള്ള അറിയോ? കുട്ടികളെ പഠിപ്പിക്കാനുള്ള അത്. പിന്നെ ഈ സാധനം അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. സംഭവം എന്താ വെച്ചാൽ ഇത് മുന്നിലെ അളവ് കിട്ടാൻ വേണ്ടിയാണ് വണ്ടീൻ്റെ. മറ്റേ ക്യാബിൽ ഇരുന്ന് ഈ നോക്കുമ്പോൾ ഫ്രണ്ടിലെ ടയറിൻ്റെ ഒരു മറി നമ്മൾ പറയാം അളവ്, അത് കിട്ടാൻ വേണ്ടിയാണ് ഈ ഫ്രണ്ടിൽ 2 ഈ ആടുന്ന സാധനം വെച്ചിട്ടുള്ളത്. ടാറ്റൻ്റെ ഈ SC ലോറികൾക്ക് മാത്രമേ ഈ സെറ്റപ്പ് ഉള്ളൂ. നമുക്ക് ന്യൂട്രലാണ്. പഴയ ടാറ്റൻ്റെ എംബ്ലം നൊസ്റ്റാൾജി. വെളിച്ചക്കുറവ് ഉണ്ട്. നമ്മളിപ്പോ ചേസിൽ നിന്ന് എർത്ത് സെപ്പറേറ്റ് എടുത്ത് അതിന്റെ ഇടയിലൊരു യമണ്ട മഴ പെയ്തു പോയി. അപ്പം നമ്മളിതിന്റെ മീറ്ററിലൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെന്നുള്ളത് നോക്കാം. ഒരു കാര്യമില്ല, ഒന്നും വരാൻ സാധ്യതയില്ല. പക്ഷെ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. വീട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കല്ലോ. തലേക്കിടല്ലോ കേട്ടോ, തലേക്കിടല്ലേ? മഹേന്ദ്ര ബാഹുബലി. അമരവിള സതീശൻ. മഹീന്ദ്ര ബാഹുബലി. അമരവിള സതീശൻ. ബാഹുബലി. കേറട്ടായി വീട് നീ ബാറ്ററി എടുക്കുവാ. ഇതിലിപ്പോ ഇങ്ങനെ ഇരിക്കലേ നടക്കുള്ളൂ. അവിടെ 2 ഇതെന്താ അവസാനമായിട്ട് ട്രിപ്പ് ആയപ്പോ ഭക്ഷണം കഴിച്ച പാത്രം തോന്നുന്നുണ്ട്. നമ്മളിപ്പൊ സ്റ്റാർട്ടാക്കുന്നു വിചാരിച്ച് കാത്തുക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ശരിയാക്കി തരാം. ഡീസലൊക്കെ ഫുള്ളാണല്ലോ. ഡീസലൊക്കെ ഫുള്ളാണ് കേച്ചില്. ഇത് സെൻസർ ഇനിയില്ലേ, കൈ വെച്ചാ മതി. അതൊക്കെ ചാവി അവിടെ ഉണ്ട്. അപ്പം ഒരു വിധത്തിൽ ടെർമിനൽ വയറൊക്കെ ഒപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ട്. വണ്ടി വന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. 24 തന്നെ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇല പോക്കണം. അപ്പൊ നമ്മള് ഡീസൽ ക്യാനിൽ വേറെ കൊടുത്ത് ഇനി പമ്പ് ചെയ്യാൻ പോകണം. ഇവിടെ ക്യാനിൽ കുറയുണ്ടോ? ക്യാനിൽ പറയുന്നുണ്ട്. മൂടി ഡീസലാ. ഒരുപാട് എന്താ അറിയോ, ഇപ്പൊ ആ പമ്പിലുള്ള ഡീസലാ പോകുന്നത്.
അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ കൊടുക്കും. വിട്ടടിക്ക്. പ്രതികാരം നാളെ കിട്ടിയാ മതിയോ? അപ്പം ഇന്നലെ വണ്ടി നമ്മൾ എത്താൻ തന്നെ ഒന്ന് നേരം വൈകി. കാരണം 3 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ഒരുപാട് ദൂരമുണ്ട് ഇങ്ങോട്ട് വരാൻ, പട്ടാമ്പി. അപ്പം നേരം വൈകിയോണ്ട് തന്നെ വണ്ടീൻ്റെ ഏകദേശം വണ്ടി ഒന്ന് അനങ്ങി കിട്ടുമ്പോഴത്തിന് തന്നെ ഇരുട്ടായി പോയി. അപ്പോൾ വീഡിയോ ഇനിയിപ്പോൾ സ്റ്റാർട്ടായാൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വന്നപ്പം മഴ പെയ്ത് ഞാൻ പറയും ഞാനല്ല മുതലാളി. മയം പെയ്ത് അങ്ങനെയൊക്കെ പാടായിട്ട് ലേറ്റായി. അപ്പം ഇന്ന് ഇപ്പം നേരത്തെ വന്നാണ് നമ്മൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ തന്നെ അതിൻ്റെ അടുത്തൊരു വണ്ടിയുണ്ട്, അപ്പോൾ അത് പോയി നോക്കും വേണം. അപ്പം അതാണ് ഡ്രസ്സ് മാറാൻ കാരണം. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ നമ്മുടെ ജവാദ് മിസ്സായി. ജവാദ് ഇന്ന് കണ്ണൂരിലേക്ക് ഷിഫ്റ്റായി. അപ്പം അതുകൊണ്ട് ഇന്ന് ജവാദില്ല. ഞാനും ജസീലും ദിൽബറും തന്നെ ഉള്ളൂ. 3 ആളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഡീസൽ പമ്പ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് അതിന് ഫിൽട്ടർ ഊരി ഒഴിവാക്കാം. കാരണം ലിഫ്റ്റ് ചെയ്തിട്ട് വരുന്നില്ല. ഇപ്പൊ ഫിൽട്ടർ ഒഴിവാക്കിയിട്ട് പുതിയ ഡീസൽ ഒഴിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യാൻ പോകണം. വലി പാൻഡർ എടുത്താ ബംബൈ അതിന്റെ ബംബൈ
അങ്ങനെ നീണ്ട 10-13 വർഷത്തിന് ശേഷം ടാറ്റ SC നമ്മൾ സ്റ്റാർട്ടാക്കിയിരിക്കുകയാണ്. നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്, സത്യം നല്ലാക്കി കഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തെ മെനക്കെടാണ് ഈ കാണുന്നത്. ആക്സിലേറ്ററിൻ്റെ റാഡ് ഓൾറെഡി ജാമാണ്. അപ്പം അത് കയറേറ്റ് വലിച്ചു പിടിച്ചിട്ടാണ് ടൈറ്റാക്കിയിട്ടത്. അപ്പം അത് റിട്ടേൺ പോകണില്ല. അപ്പം അത് മാനുവലായിട്ട് വർക്ക് ചെയ്യുക ചെയ്യുന്നത്, റിട്ടേണും ടൈറ്റും ഒക്കെ. ഇത് ഒരു കോട വരുമോ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക്? റൈസാക്കി വിടാ, നല്ല റൈസാക്കി വിടി ഔട്ടേ. റൈസാക്കടാ. അപ്പം ടാറ്റ SC നമ്മൾ തപ്പി തെരഞ്ഞ് ലാസ്റ്റ് പട്ടാമ്പി തപ്പി തടഞ്ഞ് വീണ്. പട്ടാമ്പി നമുക്ക് പട്ടാമ്പിക്ക് അടുത്ത് വല്ലപ്പോയ കേട്ടോ സ്ഥലം. ടാറ്റ SC കിട്ടി. ടാറ്റ SC ഇവിടെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ആള് ഇദ്ദേഹമാണ്. ആദ്യം വിചാരിച്ച് ചാമ്പ്യോന്ന് വിചാരിച്ച്, കാരണം വണ്ടിൻ്റെ കോലം കണ്ടപ്പോൾ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ടാറ്റയാണ്, ധൈര്യമായിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കും. കട്ടക്ക് കൂടെ നിൽക്കും, വണ്ടി സ്റ്റാർട്ടായി. സുഹൈലിനെ പരിചയപ്പെടുത്തണ്ട, മാസ്ക് കാണിച്ചു കൊടുക്ക്. വല്ലപ്പോയ കേട്ടോ, എല്ലാവരും വല്ലപ്പോയാണ്. എല്ലാവരും പേര് പറഞ്ഞു തരും. എൻ്റെ പേര് ധീരജ്. ദിൽഷാദ് നമ്മളതേ പേരാണ് ആള്. അപ്പം ഭാഗ്യം ഉണ്ടാവും, ലൈഫിൽ എന്തായാലും രക്ഷപ്പെടും, എന്തെങ്കിലുമൊക്കെ ആവും. അപ്പം പട്ടാമ്പി ഇങ്ങനെ ഒരു SC ഉണ്ടെന്ന് പറഞ്ഞ നമ്മളെ വിളിച്ചു വരുത്തിയ സുഹൈൽ മാത്രമല്ല, സുഹൈലിൻ്റെ ചങ്ങായിമാരെല്ലാവരും. ഇന്നലെയും കുറച്ച് ആൾക്കാർ ഉണ്ട്. ഓല് ഇന്ന് നമുക്ക് മിസ്സായി. നമ്മളെ കൂടെ ഉള്ള ജവാദിനെയും നമുക്ക് ഇന്ന് മിസ്സായി. കുറച്ചൊന്നല്ല കേട്ടോ, ഒരുപാട് ആളുണ്ട്. ഇനി അയൽവക്കത്തൊക്കെ അങ്ങനെ വന്ന് നിൽക്കുക. ഇനി വലിയ എന്തോ നമ്മളൊന്ന് സ്റ്റാർട്ടാക്കി കാണെങ്കിൽ കാണാനും വിചാരിച്ചിട്ട് കുറേ ആൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഓരോടൊക്കെ ഒന്ന് പറയട്ടോ വണ്ടി സ്റ്റാർട്ടായി എന്നുള്ളത്. ഒക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ്, നമ്മളെ ഫാൻസും ഒക്കെയാണ്. കുറേ ആൾ ചോദിച്ചിട്ടുണ്ട് വണ്ടി ഓടിച്ച് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ വണ്ടി നമ്മൾ ഓടിച്ച് കാണിക്കണം എന്ന് വിചാരിച്ചാലും ആ പിലാവ് സമ്മതിക്കില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.